2 മാസത്തെ റേഷൻ വിഹിതം ഒരുമിച്ച് വാങ്ങാം. പൊതുവിതരണ ഉപഭോക്തൃകാര്യ വകുപ്പ്, കേരള സർക്കാർ 2026 ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിഹിതം ഇനി ഒരുമിച്ച് വാങ്ങാം. അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡുകൾ. AAY റേഷൻ കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 60 കിലോഗ്രാം അരിയും 4 കിലോ ഗോതമ്പും സൗജന്യമായും 6 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. മുൻഗണനാ വിഭാഗം PHH അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ. PHH റേഷൻ കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 8 കിലോഗ്രാം അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 4 അംഗങ്ങളുള്ള PHH റേഷൻ കാർഡിന് ഗോതമ്പിന് പകരം പരമാവധി 8 പാക്കറ്റ് ആട്ടയും അതിൽ കൂടുതൽ അംഗങ്ങളുള്ള റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും അധികമായി 2 കിലോ ഗോതമ്പ് കൂടിയും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം സബ്സിഡി അഥവാ NPS നീല റേഷൻ കാർഡുകൾ. NPS റേഷൻ കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ഓരോ അംഗത്തിനും 4 കിലോ അരി കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS റേഷൻ കാർഡിന് ഏപ്രിൽ മെയ് മാസങ്ങളിലെ അധിക വിഹിതമായി ആകെ 5 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് റേഷൻ കാർഡിന് പരമാവധി 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം NPNS അഥവാ വെള്ള റേഷൻ കാർഡുകൾ. NPNS റേഷൻ കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 10 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് റേഷൻ കാർഡിന് 2 കിലോ മുതൽ 6 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള NPI അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ. NPI റേഷൻ കാർഡിന് ഏപ്രിൽ മാസ വിഹിതവും മെയ് മാസത്തിലെ മുൻകൂർ വിഹിതവും ചേർത്ത് ആകെ 4 കിലോഗ്രാം അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് റേഷൻ കാർഡിന് പരമാവധി 2 കിലോ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കുക.